സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഈ വേദിയുടെ രണ്ട് ഭാഗങ്ങളിലായി സിമ്പലായി തൂക്കിയിട്ടുള്ള സൂചിയും നൂലും പോലെ തുന്നിച്ചേർക്കേണ്ട മനസ്സുകളെ, വിട്ടുപോയ മനസ്സുകളെ തുന്നിച്ചേർക്കുക എന്നതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം 11 മണി ആയി. പരമാവധി ഞാൻ വിഷയങ്ങളെ കുറക്കാം. എങ്കിലും ഇന്ന് മാത്രം ഒരു ചെറിയ ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരണം. ബാങ്ക് കൊടുത്താലും ഒരല്പം നേരം ഞാൻ സംസാരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വിഷയത്തോട് പകുതി പോയിട്ട് കാൽഭാഗം പോലും നീതി പുലർത്താൻ കഴിയാതെ വരും. ഈ സദസ്സിനേക്കാൾ പ്രധാനം ഇത് കേൾക്കാനുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്തീയരായ ലക്ഷക്കണക്കായ ആളുകൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ചില കാസറ്റുകൾ കൊണ്ട് നമ്മെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആർക്കും ഒരു ഈർഷ്യതയും തോന്നരുത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പരിപാടി നിർത്തുന്നതാണ് നമ്മുടെ പൊതു രീതിയെങ്കിലും, എപ്രാവശ്യവും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളതെങ്കിലും ഇന്ന് പരിപാടി തുടങ്ങാൻ 11 മണിയായി. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ വിശിഷ്ടാതിഥികളെ ആദരിക്കുക എന്നത് നമ്മുടെ ഒരു വലിയ കടമയായതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. നിങ്ങളൊക്കെ വിഷയത്തോട്, നിങ്ങൾ ഈ കാണുന്ന സദസ്സല്ല ഇതിൻ്റെ സദസ്സ്, ഇതിനപ്പുറം ഇതിന് ലക്ഷക്കണക്കായ, ഒരുപക്ഷെ കോടിക്കണക്കായ ജനങ്ങളുടെ ഒരു സദസ്സ് ഇതിൻ്റെ പിന്നിൽ വരാനുണ്ട് എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഭൂമിയിൽ അല്ലാഹു നൽകിയ സ്വർഗമാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ എന്നതാണ്. അത് യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സ്വർഗം എന്ന് പറയാവുന്ന ഒരു മണ്ണ് ഭൂമിയിൽ ഇന്ത്യയെ പോലെ കണ്ടിട്ടില്ല. സ്വർഗം എന്ന് എന്നാൽ ഭൗമ സ്വർഗത്തിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞത്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടാവുക എന്നതിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഭൂമിയിലെ സ്വർഗം എന്നതിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വിഭവങ്ങൾ അധികരിക്കലല്ല. വിഭവങ്ങളെല്ലാം ഉണ്ട് എന്നതിന് പുറമെ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ് എന്നാണ് പുണ്യനബി പറഞ്ഞത്. മനസ്സ് നിറയുന്ന അവസ്ഥ എന്നാണ്. ജുമായും ജമാഅത്തും നടക്കുന്ന 3 ലക്ഷം പള്ളികളുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ജുമായും ജമാഅത്തും കൃത്യമായി നടക്കുന്ന 3 ലക്ഷം പള്ളികളാണ് ഇന്ത്യയിൽ. ഇത് ലോകത്തെ തന്നെ അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും പള്ളികളുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തെ രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളും ചിലപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി സഹകരിച്ചുകൊണ്ട് നന്മക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിനും വേണ്ടി സംഭാവന ചെയ്യുകയാൽ കോടിക്കണക്കിന് രൂപയുടെ ലോകത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് നന്മയുടെ മലരുകൾ വിടർന്നു വരാൻ വേണ്ടി ഇത്രയേറെ അധ്വാനവും ഇത്രയേറെ പണവും ചെലവഴിക്കുന്ന ഒരു രാജ്യം ലോകത്തുള്ളതായി കാണുകയില്ല. വിശേഷിച്ചും കേരളത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു പ്രഭവ കേന്ദ്രമാണ് കേരളം എന്നതുകൊണ്ട് ഈ പ്രസംഗത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വം എന്നുകൂടി നാം ചിന്തിക്കേണ്ടതാണ്. കോഴിക്കോട്ടിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറ് പറഞ്ഞപ്പോൾ വിലപ്പെട്ട ചില വാക്കുകളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതൊരു തങ്കലബികളാൽ ചേർക്കപ്പെടേണ്ട ചരിത്രം തന്നെയാണ്. പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വ്യാപിക്കാൻ ഇവിടെയുള്ള ആളുകൾ അതിനെ തടഞ്ഞു എന്നത് ഏറ്റവും വലിയ ഒരു ഹൃദയമുള്ള ഒരു നേതൃത്വം
ഇവിടെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്വർഗമായ ഭൂമിയെ, ലോകത്തൊരു സ്വർഗമായ ഒരു മണ്ണിനെ നരകമാക്കാൻ ശ്രമിക്കരുത്. ലോകത്ത് സ്വർഗം എന്ന് പറയാവുന്ന പ്രദേശം തന്നെയാണ് നമ്മുടെ ഭാരതം. അല്ലാഹു തആല അതിൻ്റെ ആ ഒരവസ്ഥ നിലനിർത്തുമാറാകട്ടെ. ഞാനത് പറഞ്ഞത് മനസ്സുകൊണ്ടാണ്, വെറും വാക്ക് പറയുകയല്ല. ഭൂമിയെ കാണുമ്പോൾ, സ്വർഗത്തെ കാണുമ്പോൾ അത് ഭൂമിയാണോ എന്ന് ധരിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്വർഗീയ സാഹചര്യം ഉണ്ടാകുമല്ലോ മണ്ണിൽ. അത് നിലനിൽക്കുന്ന ഈ മണ്ണ് ഒരിക്കലും നരകമായി പോകാൻ പാടില്ലാത്തതാണ്. അതെന്ത് വില കൊടുത്തും നാം തടയുകയും നമ്മുടെ ആയുസ് ആ ഒരു ധർമ്മത്തിന്റെ നിർവഹണത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിന്റെ മാനവികമായ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും പടച്ചിരിക്കുന്നു. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെല്ലാം അവരാരായാലും, അവർ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, പാഴ്സിയാകാം, മതമുള്ളവനാവാം, ഇല്ലാത്തവനാകാം. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ് എന്ന്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വിവിധങ്ങളായ ഗോത്രങ്ങളും വിവിധങ്ങളായ ആളുകളും നിറങ്ങളും വർണ്ണങ്ങളും ചാർത്തിയത് സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി. രാത്രിയെയും പകലിനെയും വ്യവച്ഛേദിച്ചതുപോലെ അതിൻ്റെ പിന്നിൽ ഇലാഹിയായ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ നിലനിൽക്കുന്നു. അത് മനുഷ്യന് വളരെ ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഭൂമി, ഇവിടെയുള്ള മനുഷ്യരെ കുറിച്ച് വളരെ ഏകമാനമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നീ ഇസ്ലാമിക ദഅവ പ്രവർത്തനം, മാനുഷികമായ ധർമ്മത്തെ, മാനവികതയെ മറികടന്നൊരു ദഅവത്ത് ഉണ്ടാകരുത് എന്ന്. എന്താണ് ഇസ്ലാമിക ദഅവത്തിന്റെ? അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കി വച്ചിരിക്കുകയാണ്. ദഅവത്തിന്റെ ലാഭം, ദഅവത്തിന്റെ രീതി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ഒരാളുമില്ല. ഏറ്റവും നല്ലവൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക? നീ മുസ്ലിം ആകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയല്ല. വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് ഈ സംസ്കാരം ഉണ്ടായത് എന്ന് പറയാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല പ്രബോധകൻ എന്ന് സൂറത്ത് ഹാമീം സജ്ദയിൽ അള്ളാഹു പറയും. പിന്നെയോ വലാ തസ്തവിൽ ഹസനത്തു വസ്സയ്യിഅ, ഏതൊരു സമൂഹത്തോടും ഏതൊരു വിഭാഗത്തോടും നിങ്ങൾ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പ്രതികരിച്ചാൽ അതിന്റെ രണ്ടിന്റെയും ഫലം ഒന്നാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, എപ്പോഴും നിങ്ങൾ നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകണം. എന്തും എങ്ങനെയും നിങ്ങൾ ഒരു വിഭാഗത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് കൊള്ളരുതാത്തതായ കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ തീർച്ചയായും തയ്യാറാകണം. ഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ മീം, നിങ്ങൾ ഏതൊരു തിന്മ ഒരാൾ നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്താലും, ഏതൊരു അതിക്രമം ചെയ്താലും നന്മ കൊണ്ട് നിങ്ങൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ ആത്മസുഹൃത്തായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തും.
ജോസഫിന്റെ കൈവട്ടിയവരോട് സാന്ദർഭികമായി എനിക്ക് ഹാമീം സജദയുടെ ഈ ഹൃദയസ്പൃക്കായ വാക്കുകളാണ് അവർക്ക്